അസ്സലാമു വറഹ്മത്തുള്ളാഹി നൗഫലാണ്. ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഹാജിമാർ താമസിക്കുന്ന ഈ ഒരു ഭാഗത്തൂടെ പോയ സമയത്ത് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ കിട്ടി. ഞാൻ ബിൽഡിംഗ് നമ്പർ 49 സൈഡിൽ കൂടെയാണ് പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് മലയാളികളെയും കണ്ടു, അവരോട് സംസാരിച്ചു. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നും നാളെയൊക്കെ ആയിട്ട് മിനയിലേക്ക് ഹാജിമാർ പോകും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലത്തെ പ്രാർത്ഥനയും ആ ഒരു ആഗ്രഹവും സഫലീകരിക്കാൻ പോകുക എന്നുള്ള ആ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്തായാലും വീഡിയോയിലൂടെ കാണും. കാരണം ഞാനത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷെ എന്താ പറയാ, നമ്മൾ അറിയണം നമ്മുടെ ഹാജിമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈവൻ അവർക്ക് ഭക്ഷണങ്ങൾക്ക് പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായമുള്ള ആളുകളാണ്. അവർ ഹറമിലൊക്കെ പോയിട്ട് ഭയങ്കര ടയർഡായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കും ഭക്ഷണങ്ങൾ ഇവിടെ വരുമ്പോൾ കഴിക്കുന്നതിനൊക്കെ പരിമിതികൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വളണ്ടിയേഴ്സ് കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇന്നലെ അങ്ങനെ ഭക്ഷണങ്ങൾക്ക് വേണ്ടി കൈ നീട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണും. ഞാൻ പറയുന്നില്ല കൂടുതൽ. നമ്മൾ ഇന്ത്യൻ ഹാജിമാരാണ് കൂടുതലും ഈ ഹദിയ കൊടുക്കുന്ന ഭക്ഷണത്തിന് പിന്നാലെ പോകുന്ന കാഴ്ച കണ്ടത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ഹോട്ടലിനെ പറ്റി അതിനെ പറ്റിയിട്ട് എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഈ സ്ഥലങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട്. കാരണം നല്ല കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. പക്ഷെ ഇപ്പൊ താൽക്കാലികമായിട്ട് കടകളൊക്കെ പൂട്ടിയിരിക്കുകയാണ്, ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലീഗൽ അല്ലാത്ത രീതിയിൽ നടത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവർ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. ഹാജിമാരൊക്കെ മാഷാഅല്ലാഹ് ഈത്തപ്പഴമൊക്കെ മേടിക്കുന്നുണ്ട്. കാരണം ഇന്നും നാളെ ആയിട്ട് മിനയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്ന ഹാജിമാർ കയ്യിൽ എന്തെങ്കിലും കരുതുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഈത്തപ്പഴ കച്ചവടമാണ് ഭയങ്കരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മാഷാഅല്ലാഹ്. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഹാജിമാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വന്നവർക്ക് അറിയുണ്ടാവും, ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഹദിയ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമല്ല, എല്ലാ ഹാജിമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഹദിയ നൽകാൻ ഒരുപാട് പേര് പോകാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹാജിമാർക്ക് ഇതേപോലെ ഹദിയ നൽകുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തുവെക്കുന്ന ഒരുപാട് നമ്മുടെ ഹാജിമാരെ അവിടെ കാണാൻ പറ്റും. എന്തായാലും അതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. കാരണം ഇനിയും ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും അവിടെ നിൽക്കുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടോടാ വെച്ചിട്ട് പരസ്യം ഒന്നല്ല കേട്ടോ. എവിടെയാണ് ബിൽഡിംഗ് എവിടെയാണെന്നുള്ളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടുന്ന് സൗകര്യമാണല്ലോ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ശരിക്കും. ഇല്ല ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടേ മിനയിലേക്ക് പോകാനുള്ള ആയല്ലോ നാളെ. അപ്പൊ എപ്പോഴാണ് പോകണത്, നിങ്ങളെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടിട്ട് റെക്കോർഡിംഗ് ആണ്. ഞാൻ 3 കൊല്ലായിരുന്നു നേഴ്സാണ്. ഞാൻ ജോലി കഴിഞ്ഞിട്ട് പോരാണ്. ഒരു ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ ഒരു വെളിച്ചം നല്ലോണം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ തൊട്ട് സൈഡിലൊക്കെ കടകൾ ഓപ്പൺ ആയിരുന്ന സമയത്തായിരുന്നു, അവിടെ നിന്നുള്ള വെളിച്ചം കൂടിയായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ പൂട്ടിച്ചത് കൊണ്ട് ഈ ഒരു ഏരിയയിലൊന്നും വെളിച്ചം ഇല്ല. പിന്നെ ഹാജിമാരൊക്കെ മുസല്ലയും ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മിനയിലേക്ക് പോവുകയല്ലേ, അപ്പം മുസല്ലയും കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക, അപ്പം നിസ്കരിക്കാനും ഒക്കെ ആയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ പള്ളിയുടെ പരിസരമാണിത്. നല്ല തിരക്ക് ഇപ്പോൾ രാത്രി സമയത്തുണ്ട്. ഞാൻ പകലുണ്ടായിരുന്ന ഒരു അവസ്ഥ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേര സമയത്ത്. മാഷാഅല്ലാഹ് ഇപ്പോൾ ഒരുപാട് നല്ല തിരക്കായിട്ട് വരുന്നുണ്ട്. ഇശാ നിസ്കാരത്തിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇത്. ഹാജിമാർ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്തായാലും മിനയിലേക്ക് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഹാജിമാർ. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കടകളും ഇതൊക്കെ പൂട്ടിയത് അവർക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു. കാരണം വെച്ചാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇവർക്ക് പറ്റുമായിരുന്നു ഇവിടുന്ന്, ഈ പരിസരത്ത് നിന്ന്. പക്ഷേ ലീഗൽ അല്ലാത്ത രീതിയിൽ ലൈസൻസ് ഒന്നും ഇല്ലാതെ തുടങ്ങിയിട്ടുള്ള കടകളായതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് അത് പൂട്ടിച്ചു. ഇത്രയും ദിവസങ്ങൾ ഹാജിമാർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പിന്നെ ഒരു കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഹാജിമാർക്ക് അതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു സൈഡിൽ ഹദിയ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൂരെ വണ്ടി അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ ഹാജിമാരും ഉണ്ട്. എത്ര മുമ്പോട്ട് പോയാലും ഹാജിമാർ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നത് മേടിക്കുക, ഭക്ഷണം കഴിക്കാം, തൽക്കാലം എന്തെങ്കിലും കഴിച്ച് സമാധാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ഹദിയ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു. നമ്മുടെ ഇന്ത്യൻ ഹാജിമാരാണ് ഇത്രയും ഈ രീതിയിൽ ഇങ്ങനെ ഹദിയ കൊടുക്കുമ്പോഴേക്കും കൈ നീട്ടി വീണ്ടും
വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്, ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത്. എന്തായാലും മോശമായിട്ട് കമന്റ് ഇട്ട ആളുകൾ, അതായത് ഞാൻ എൻ്റെ സ്വന്തം താല്പര്യപ്രകാരം പലതും പറയുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾക്ക് എന്തായാലും അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കമന്റ് ചെയ്തു. കമന്റ് ബോക്സ് ഓണാണ്. എന്തായാലും ഞാനത് ക്ലോസ് ചെയ്യുന്നില്ല. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഞാൻ ആളുകളുടെ മുമ്പിലേക്ക് ഞാൻ ഇനിയും ഇൻഷാ അല്ലാഹ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലപാട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പരിസരത്തെ കാഴ്ചകൾ കാണിച്ചെന്നേ ഉള്ളൂ. മിനയിലേക്ക് ഹാജിമാർ ഇൻഷാ അല്ലാഹ് ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ്. ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു. അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൽ ആഡ് ചെയ്യാത്തത്. പക്ഷേ മോശമായിട്ട് കമൻറ്റ് ചെയ്ത ആളുകൾക്ക് മുമ്പിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ ആഡ് ചെയ്തത്. എന്തായാലും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയോട് കൂടി ഹാജിമാർ മിനയിലേക്ക് എത്തും. മാഷാ അല്ലാഹ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ഹാജിമാർക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. തിരിച്ച് ആരോഗ്യത്തോടു കൂടി ഹാജിമാർക്കും തിരിച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പ്രൈവറ്റിലൊക്കെ ഒരുപാട് ഹാജിമാർ കൊടുത്തിട്ട് അവർക്ക് ഇത്തവണ വരാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അറിഞ്ഞു. ഇത്തവണ വരാൻ പറ്റാത്ത ഒരുപാട് പേര് വേറെയുണ്ട്. എന്തായാലും അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമെങ്കിലും വന്ന് ഹജ്ജൊക്കെ നിർവഹിക്കാൻ കഴിയട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഹാജിമാർ മിനയിലേക്ക് പോകുന്ന കാഴ്ചകൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. എന്തായാലും നിങ്ങൾ കാണുന്നു പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.